ഇതല്ല നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതായത് നമ്മളെ വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ ഏതാണ്ട് 1 മില്യന്റെ മുകളിൽ ആൾക്കാർ കണ്ടിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ അശോകന്റെ കാര്യമായിട്ട് അഭിനയിച്ചിട്ടൊന്നുമില്ല. അശോകൻ എന്നാണ് പേര്. അശോകൻ്റെ അതിനകത്ത് ഒരു കഥാപാത്രമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കസ്റ്റമറാണ്. അപ്പോൾ ഓറെ വീഡിയോ 1 മില്യൺ കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഓറെ വിളിച്ചിട്ട് ഒരു സമ്മാനം കൊടുക്കണം. അപ്പോൾ ഓറെ നമ്പർ കിട്ടിയിട്ടില്ല. നമ്മളിട്ട് വീഡിയോ തന്നെ പറഞ്ഞ് ആരെങ്കിലും നമ്പർ എടുത്ത് തരണം എന്ന് പറഞ്ഞിട്ട് ആരാ നമ്പർ തന്നെ സീന? അശോകന്റെ ഒരു ബന്ധു നമുക്ക് നമ്പർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വൈഫിന്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നിന് ആ പെരുമാറ്റത്തിലുള്ളത്. അപ്പോൾ അശോകന്റെ നമ്പർ ഇന്നലെ കിട്ടിയത്. അപ്പൊ ഇന്നലെ ആഗസ്റ്റ് 5 തിരക്കുള്ളതായിട്ട് ഇന്ന് വിളിക്കാന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ കസ്റ്റമർ ഉള്ള സമയത്ത് അശോകനെ ഒന്ന് വിളിക്കാം. അശോകൻ എന്താ പറയുന്ന നോക്കട്ടെ. അശോകന്റെ പേര് സേവ് ചെയ്യുന്നുണ്ട്. അശോകൻ മില്യൺ അടിച്ചല്ലേ, ഇപ്പൊ മില്യണർ എന്നല്ല വേണ്ടേ. അശോകന് പിന്നെ പണി എന്താ ചെയ്യുന്നത്? ഏറ്റാൻ തോന്നുന്നു പണി. ഈ സമയത്ത് വിളിച്ചാൽ കിട്ടുമെന്ന് അറിയില്ല. അതെല്ലാം ലൗഡ് സ്പീക്കർ ആക്കുക. അശോകനെ കിട്ടുമെന്ന് നോക്കട്ടെ. ഹലോ അശോകനല്ലേ? അശോകൻ ഇത് ജീസൺസ് ഉണ്ടേ കമ്പല്? ഓ അതല്ലേ, അത് നിങ്ങളെ നമ്പർ ഒന്ന് വാങ്ങി അത് ഇവരെ എടിയോ കൊണ്ട് കളഞ്ഞു വിട്ടു. എന്നിട്ട് നമ്പർ ഇങ്ങനെ തപ്പിട്ട് ഇപ്പൊ കിട്ടി. കുറെ ആള് നമ്പർ അയച്ചു അതിന്. അപ്പൊ നമ്മളെ വീഡിയോ ഉണ്ട് അശോട്ടാ, വല്ല പോർന്നില്ലല്ലേ? അല്ല അശോട്ടാ അത് അഭിനയിക്കില്ലല്ലോ പറഞ്ഞല്ലേ. അത് അശോട്ട ആദ്യമായിട്ട് അഭിനയിക്കുന്നതുകൊണ്ടാണ് ഈ സംസാരിക്കുമ്പോ ചിരി വരുന്നത്. നമുക്ക് അടുത്തൊരു ശരിയാക്കാം. ഒന്നുകൂടെ അഭിനയിക്കും അശോട്ടെ. അതിന് അശോട്ടാ ഫേമസ് ആയില്ല നമ്മളെ ഷോപ്പിൽ വന്നിട്ട്. പക്ഷെ നല്ല വീടല്ല, അതുകൊണ്ട് എല്ലാവരും നല്ല അഭിപ്രായം. പരമോസത്തും പറ്റില്ല, അഭിനയാലെല്ലാം നല്ല നല്ല അഭിപ്രായം ഉണ്ടായേ. പിന്നെ അശോട്ടെ ഞാൻ വിളിച്ച വെച്ചാല് നമ്മളെ ഇതിൽ അഭിനയിച്ച് 1 മില്യൺ സമ്മാനം ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങള് അതപ്പോ കണ്ടില്ലല്ലോ, ആ വീഡിയോ കണ്ടില്ലല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം എപ്പോ വരുന്ന അശോട്ടെ? ഇന്ന് സമയമില്ല. അല്ല നിങ്ങള് ഇതെല്ലാം കഴിഞ്ഞിട്ട് മതി. അപ്പൊ നിങ്ങളെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് മതി. അങ്ങനെ ആ അതപ്പോ നിങ്ങള് ഒഴിവില് ഇപ്പൊ പണിയിലല്ലേ ഉണ്ടാവുക? ഓ ഇന്ന് പോണ്ടല്ലേ, പണിക്ക് പോണ്ടല്ലേ നിങ്ങൾക്ക് അല്ലേ? ഏറ്റല്ലേ അല്ലേ? എന്നാ നിങ്ങൾ ലേറ്റ് ആവും. ആ ക്ഷീണത്തില് നിങ്ങൾ വരേണ്ട. ഒരു കാര്യം ചെയ്യും, എന്നാൽ തിങ്കളാഴ്ച നിങ്ങൾ വന്നാൽ മതി. എപ്പോ എത്ര മണിക്ക് എത്തും അശോട്ടെ? മതിയപ്പം മതി മതി. നമുക്ക് സമയമൊന്നും വിഷയമല്ല. നിങ്ങൾ അതിനാണ് എത്തിയാൽ എന്നാൽ 11 മണിയാകുമ്പോൾ നിങ്ങൾ എത്തിക്കുക. ഞാൻ അടി ഉണ്ടാവും കേട്ടോ. ഓക്കെ അശോട്ടെ, ശരി എന്നാൽ. ഓക്കെ ഓക്കെ. അപ്പോൾ അശോട്ടൻ നാട്ടില് ഇപ്പൊ ഒരു താരമായല്ലേ, ഋത്തിക് റോഷൻ സിനിമയില്ലേ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന് പറഞ്ഞ അശോട്ടെ നമ്മളെ പെരുമാച്ചേരിയിലെ ഋത്തിക് റോഷനായി മാറിയിട്ട് നമ്മളെ ഈ ഒറ്റ വീഡിയോ ഉണ്ട്. എന്നാലും സന്തോഷം. നമ്മളൊക്കെ ഇങ്ങനെ അഭിനയിച്ചിട്ട് നല്ല പേരെടുത്ത കുറെ ആൾക്കാരുണ്ടല്ലേ. ഇതുപോലെ തന്നെ വേറെ ഒരു അന്ന് പേരായിട്ട് നമ്മൾ സമരം കൊടുത്തില്ല. പേര് ഓർമ്മയില്ല അല്ല, ഇവർക്ക് ഓർമ്മയില്ല. ശാലിനിക്ക് ഓർമ്മയുണ്ട്. ശാലിനി ലീവാന്ന്. അങ്ങനെ നമ്മള് എത്ര കൊടുത്ത് 2 കൊടുത്തു. ആ ഇവിടെ അഭിനയിച്ചത് ശ്രീനന്റെ മോളെ. ശ്രീനന്റെ മോളെ ശ്രീനെ കാണിക്കും. ശ്രീനന്റെ മോക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഓളും മുന്നേ വന്നിട്ട് അഭിനയിച്ചിട്ട് ഇതുപോലെ 1 മില്യൺ കടന്നില്ല. ഓള് നല്ല അഭിനയാന്നല്ലേ. പിന്നെ ഇങ്ങോട്ട് വന്നില്ല. ഞാൻ പറഞ്ഞ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും നല്ല സ്റ്റോറി ആക്കാന്നെല്ലാം പറഞ്ഞായിരുന്നു. അന്ന് ശ്രീനെ ഇവിടത്തെ എപ്പോ ഇവിടെ സമ്മാനമായ പറ്റുന്നില്ല, എന്തിനാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മളെ ഷോപ്പിൽ നിന്ന് ഇപ്പോ ലാസ്റ്റ് അശോകർനാണ് സമ്മാനമാണ്. അപ്പൊ സമ്മാനം കൊടുക്കുന്ന വീഡിയോസ് എല്ലാം ഉണ്ടല്ലോ തിങ്കളാഴ്ച വരെ. ഇന്ന് ശനിയാഴ്ച. അപ്പൊ തിങ്കളാഴ്ച ആ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം അല്ലേ? അങ്ങനെയല്ല. അപ്പൊ നമുക്ക് ബാക്കി തിങ്കളാഴ്ച കാണാം കേട്ടോ. അശോകൻ വന്നിട്ട് ഓക്കെ. ഇതാ നമ്മൾ അശോകൻ ഇറങ്ങിയിട്ടുണ്ട്. യാദർശികമായിട്ട് ഇത് പെട്ടെന്ന് അശോകൻ പോയി നമുക്ക് ബൈക്കൊന്നും ഇറങ്ങിയിട്ടുണ്ട്. അശോട്ട അശോട്ടൻ പറയുന്നത് ആദ്യം വീഡിയോ. അപ്പൊ അശോട്ടനെ നമ്മള് വിളിച്ചിട്ട് ഇതാ ഓറ് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയ ഉടനെ ഞാൻ വീഡിയോ പിടുത്തം തുടങ്ങിയേട്ടാ. അശോട്ടൻ പറയുന്നുണ്ട് ഓ ഇവരെ വീഡിയോ കൊണ്ട് എനിക്ക് നാട്ടിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയെന്നാ വിചാരിക്കുന്നുണ്ട് അശോട്ടെ. അശോട്ടൻ നാട്ടില് ഫേമസ് ആകണം കേട്ടാ. അശോട്ടൻ നാട്ടിലാകെ ഫേമസ് ആയതല്ലോ പറഞ്ഞേക്കുന്നത്. അങ്ങനെയല്ലേ, എല്ലാരും കൂടി സിനിമ നടനാക്കി. അല്ല ഇത് പോയില്ല, പണിക്ക് പോയില്ല അല്ലേ? മില്ലണർ അശോകേട്ടൻ വന്നിട്ട്. മില്ലണർ എന്ന് പറഞ്ഞ മനസ്സിലായ അശോകട്ടാ. മില്ലണർ അടിച്ചില്ലേ വീഡിയോ. അതുകൊണ്ട് മില്ലണർ അശോകേട്ടൻ വന്നിട്ടുണ്ട്. അപ്പൊ അശോകന് സമ്മാനം കൊടുക്കാൻ വേണ്ടേ. അപ്പൊ അശോകട്ടാ നമ്മുടെ ഷോപ്പിൽ വരാനുള്ള കാരണം എന്തായിരുന്നു? മാറ്റം വന്നു.
അവസാനം നന്നാക്കിയപ്പോ എന്തായി വീട്ടിൽ നിന്നോ സന്തോഷല്ലേ? അല്ല പൊതുവെ പെണ്ണുങ്ങന്മാർക്ക് ഒരു സുഖം ഉണ്ടോ വെച്ചാല് മാറ്റാൻ വന്നിട്ട് പുതിയത് കിട്ടുന്ന പ്രതീക്ഷിക്കില്ല. ഇത് പഴയ തന്നെ ഉണ്ടാകുമ്പോ വിഷമിച്ചു വന്നിട്ട് പക്ഷെ നമ്മള് നിറാക്കിയോണ്ട് കുഴപ്പമില്ലല്ലേ. എന്നാലും ഞാൻ പറഞ്ഞത് അശോട്ടൻ അധികം സംസാരിക്കല് കുറവല്ലേ? കുറവാ. അഭിനയിക്കാൻ പറഞ്ഞ അശോട്ടെ അഭിനയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? കാരണം അശോട്ട് ചിരി വരുന്നു, സംസാരിക്കുമ്പോൾ ചിരി വരുന്നത്. ഇപ്പൊ അശോട്ടിന് ചിരിയാ വരുന്നത്. അപ്പൊ അശോട്ടൻ വൈകുന്നേരമാണ് പണിക്കോട്ടല്ലേ? അതാണ് രാവിലെ തന്നെ, അതിന് തിങ്കളാഴ്ച രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അശോട്ടിന്റെ മോൻ കൂടി ഉണ്ട് കേട്ടോ. മോന്റെ പേരെന്താ അശോട്ട? അംജിത്ത് അല്ലേ? മോൻ അംജിത്ത് കൂടി അശോട്ടിന്റെ ഒപ്പം വന്നിട്ടുണ്ട് സമ്മാനം വാങ്ങാൻ. എന്നാ പിന്നെ നമ്മൾ ആ സമ്മാനം കൊടുക്കല് അതിനിടയിൽ കുറെ കസ്റ്റമർ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ഗ്യാപ്പില് സമ്മാനം കൊടുക്കല് നടത്തണമെന്ന് വിചാരിക്കുന്നത്. ഹായ്, നല്ല നമ്മളൊരു വീഡിയോ അഭിനയിച്ചിട്ട് 1 മില്യൺ ഇവർ അഭിനയിച്ചിട്ട് അപ്പൊ അതിന്റെ ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അശോകന്റെ സമ്മാനം റെഡി ആയിട്ടുണ്ട്. അശോക പിന്നെ അശോക ഒന്ന് വാങ്ങിട്ടെ. എല്ലാം കൂടി വലിയ സമ്മാനമായിട്ട് കുറേ ഉണ്ട്, ചെറുതെല്ലാം കൂടി 3 സമ്മാനം അശോകന്. ഇന്നത്തെ പരിപാടി അല്ല ഒന്നുകൂടെ അഭിനയിക്കുന്ന ഇനി ആദ്യം വരല്ലേ നോക്കാം. എന്നാ പിന്നെ അടുത്ത വീഡിയോ അടുത്ത് നോക്കിയിട്ട് ചെയ്യല്ലേ. എന്നാലും അശോട്ടെ ഹാപ്പി അല്ലേ? ശരി എന്നാ പിന്നെ. അല്ല അശോട്ടെ നമ്മളൊരു ക്യാപ്ഷൻ ഉണ്ട്, ഒന്ന് പറയാൻ പറ്റുമോ? വന്നവർ വീണ്ടും വരും, വരാത്തവർ ഞങ്ങളെ തേടിയിരുന്നെന്ന് പറയണം, പറ്റുമോ? അശോട്ടൻ തന്നെ പറയുന്നത് അല്ലേ എനിക്ക് തോന്നുന്നു. ഒന്ന് പറയാ, ഞാൻ പറയാം. ജീസസ് ഗോൾ കമ്പിൽ വന്നവർ വീണ്ടും വരും, വരാത്തവർ ഞങ്ങളെ തേടി വരും, അത്രേ പറയുണ്ടോ? ഓ സെറ്റ് മോനെന്ന് പറയുന്നത് ആവാ. എന്തായാലും അശോകേട്ടൻ നല്ല ഹാപ്പി ആയിട്ടാന്നേ പോകുന്നത്. 2 പവൻ്റെ ചെയിന് മാറ്റാൻ വേണ്ടി ജീസൻസിൽ വന്ന അശോകേട്ടനാണ് ഇപ്പം നാട് മുഴുവൻ അറിയുന്ന ഒരു അശോകേട്ടനായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അശോകേട്ടൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ. കാരണം ഇത്രപ്പാടാൾ അറിയുന്ന, ഇത്രപ്പാടാൾ കണ്ടൊരു വീഡിയോൻ്റെ ഭാഗമാവുന്നുള്ളത് ഒരു സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇതുപോലെ നമ്മളെ വീഡിയോസിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരുണ്ട് കണ്ടല്ലോ, എന്തായാലും ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. നിങ്ങളെയും അഭിനയിപ്പിക്കുക, പറഞ്ഞൂടാ ചിലപ്പോൾ നിങ്ങളും അടുത്ത മില്യണർ ആയിട്ടുണ്ടെങ്കിലോ.